ഹായ്. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ടെഡെക്സ് പോലുള്ളൊരു പ്ലാറ്റ്ഫോമിനകത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റുമെന്ന്. കാരണം പൊതുവേ ഡാൻസേഴ്സ് അല്ലെങ്കിൽ കൊറിയോഗ്രാഫേഴ്സ് ടാഗ് ലൈനുള്ള എല്ലാവരെയും ഒരു എൻ്റർടൈനിങ് ടൂൾസ് എന്ന രീതിയിലാണ് യൂസ് ചെയ്ത് വരാറുള്ളത്. എന്തൊരു ഇവൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഡാൻസ് പെർഫോമൻസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ താങ്ക് യു മെയ്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. എനിക്ക് ഇപ്പോൾ ഇവിടെയുള്ള ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എൻ്റെ പ്രൊഫൈൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം നമ്മൾ ഭീഷ്മപർവം, ബൊഗെയിൻവില്ല തുടങ്ങിയ മൂവീസിലെ സോങ്സ് നമ്മളാണ് കൊറിയോഗ്രാഫ് ചെയ്തത്. പറുദീസ, രതിപുഷ്പം, സുധി പോലുള്ള സോങ്സ് എല്ലാം ചെയ്തത്. പക്ഷേ എനിക്ക് എൻ്റെ പ്രൊഫൈലായിട്ട് എനിക്ക് കൂടുതൽ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മൈസെൽഫ് ആൻഡ് മൈ മൂസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിലാണ് എനിക്ക് പറയാൻ ഇഷ്ടം. കാരണം മൈസെൽഫ് ആൻഡ് മൈ മൂസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി നമ്മൾ 2016 സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിൽ ഡാൻസ് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പല രീതിയിലുള്ള ഇവൻറ്റ്സ് ഹോസ്റ്റ് ചെയ്തു, ക്ലാസ്സസ് ലൈക്ക് വർക്ക്ഷോപ്സ്, യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണെങ്കിലും എല്ലാം, ഈവൻ മൂവീസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് സംഭവിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഡാൻസ് എൻ്റെ ലൈഫിലോട്ട് വരുന്നത്. ഞാനൊരു ചെറിയൊരു LP സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ആകെ 10 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 10 പേരിൽ നമുക്ക് ആനിവേഴ്സറിക്ക് ഒരു ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി അന്നത്തെ നാട്ടിലെ മെയിൻ ചേട്ടന്മാരൊക്കെ വന്നു. അവർ വന്ന് ഡാൻസ് പഠിപ്പിച്ചപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, ഒരു 4ാം ക്ലാസ് ഡാൻസ് എന്ന് പറയുമ്പോൾ അത്രയും ബേസിക് മൂവ്മെൻറ്റ്സ് ഇങ്ങനെ 1 2 3 4 ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ലക്കിലി. ബട്ട് ഒരു സ്റ്റെപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊന്നും മനസ്സിലാക്കാനുള്ള വലിയ ബുദ്ധിയും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിട്ടല്ല. പക്ഷെ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷമാണ് മനസ്സിലായത് അതായിരുന്നു എൻ്റെ ഡാൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നുള്ളത് അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ 10 പേരുള്ളൂ, സോ എവിടെയും ഒളിച്ചു നിൽക്കാൻ സ്ഥലമില്ല. ആനിവേഴ്സറി ഡാൻസിനാക്കി 10 പേരുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും നമ്മളെ കാണും. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ്, ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അതായിരുന്നു എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഡാൻസിങ് കരിയറിൻ്റെ ഫസ്റ്റ് ഡാൻസിനകത്ത് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ദെൻ മൂവിങ് ഓൺ, 10th പഠിക്കുന്ന സമയത്ത് അഗെയിൻ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലക്കിലി 90s കിഡ് എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് മ്യൂസിക്, ഇപ്പോൾ വിദ്യാസാഗർ, AR റഹ്മാൻ പോലുള്ള ഒരുപാട് മ്യൂസിക്കിൻ്റെ ഒരുപാട് ടേസ്റ്റുകളും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതാപകാലം ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതും ആ മ്യൂസിക്കും എന്നെ ഡാൻസിലോട്ട് കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. പക്ഷെ അതിൻ്റെ ഇടയിൽ എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പിന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ മൈക്കിൾ ജാക്സൺ, പ്രഭുദേവ. ഇപ്പോൾ മൈക്കിൾ ജാക്സൺ എന്ന് പറയുമ്പോൾ അതറിയാത്തവർ തന്നെ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല അങ്ങനെ ഒരു മനുഷ്യൻ എത്രത്തോളം ഡാൻസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ മൈക്കിൾ ജാക്സൺ, പ്രഭുദേവ, ഇപ്പോൾ എന്തിനും നമ്മുടെ നാട്ടിൽ വിജയ് ആണെന്നുണ്ടെങ്കിലും കുഞ്ചാക്കോ ബോബൻ ആണെന്നുണ്ടെങ്കിലും ഓരോ ഇൻഡസ്ട്രിയിലും അങ്ങനെ ഒരുപാട് പേര്, ആ മൂവി ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഫീൽഡിലൊക്കെ ഒരുപാട് ഡാൻസസും കാര്യങ്ങളൊക്കെ തന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഡാൻസ് ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നതെല്ലാം ഇതെല്ലാം കുറേ സ്റ്റെപ്പുകളായിട്ടാണ്. സോ എവിടെ നിന്നാണ് ഈ സ്റ്റെപ്പുകളൊക്കെ കിട്ടുന്നത് എന്ന രീതിയിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഇതെങ്ങനെയാണിത് ക്രാക്ക് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഇത്രത്തോളം സ്റ്റെപ്പുകൾ എല്ലാവരും കൊണ്ടുവരുന്നത്. പ്രഭുദേവ ചെയ്യുന്നത് ഒരു രീതിയിലാണ്, മൈക്കിൾ ജാക്സൺ വേറെ രീതിയിൽ. അത് നമുക്ക് ഇൻ എ വേ ഇൻസ്പയർഡ് ആയിട്ട് തോന്നും. ബട്ട് സ്റ്റിൽ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്, എങ്ങനെയാണ് ഇത് പഠിക്കുക എന്നുള്ള രീതിയിൽ ആ സമയത്ത് ആലോചിച്ചിരുന്നു. അങ്ങനെ 10th പിന്നെ എൻ്റെ സെക്കൻഡ് ഡാൻസ് വരുന്നത്. അവിടെയും ഇതുപോലെ 10ാം ക്ലാസ് വരെ ഉള്ളൂ. സോ ലാസ്റ്റ് ടീമിൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അവിടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അഗെയിൻ ഡാൻസ് ചെയ്യാനുള്ള പ്ലാൻ ഇടുന്നു. അന്നും ഇതുപോലെ ഒരു 8-10 പേരുണ്ട്. പക്ഷേ ഒരു സെൻറ്ററിൽ നിൽക്കുന്ന ഒരു 3 പേരായിട്ട് നിൽക്കുന്നതിൽ ഒരു പൊസിഷൻ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ അന്ന് സ്ഥിരമായിട്ട് എല്ലാ ഡാൻസസും പഠിപ്പിക്കുന്നത് സുബിയേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് നാട്ടിൽ. ആ ചേട്ടൻ ഇതുപോലെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ ഈ മൈക്കിൾ ജാക്സൺ മ്യൂസിക്സ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒറിജിനൽ കോപ്പീസും വീഡിയോസും നമുക്ക് അത്ര ആക്സസിബിൾ ആയിരുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഡാൻസ് കോമ്പറ്റീഷൻസ് കാണാൻ പോയിട്ടുണ്ട്. ഡാൻസ് കോമ്പറ്റീഷൻസ് മാത്രമായിട്ട് ഇപ്പോൾ കോളേജസിൽ, ഇപ്പോൾ സംസ്കൃതി പോലുള്ള ഇവൻറ്റ്സിലൊക്കെയാണ് നമുക്ക് ഇപ്പോൾ കോമ്പറ്റീഷൻസ് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ബാക്ക് ഇൻ ദ ഡേയ്സ് നമുക്ക് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു, ഓൾ കേരള ലെവൽ ഡാൻസ് കോമ്പറ്റീഷൻസൊക്കെ. അതിനകത്തുള്ള ഒരുപാട് നല്ല ടാലൻസ് ഉണ്ടായിരുന്നു. പിന്നീട് സിനിമാറ്റിക് ഡാൻസ് കുറച്ച് നാൾ ബാൻ ചെയ്തു, എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ അങ്ങനെ കുറേ ടാലൻസ് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ട് പ്രവാസികളായിട്ട് പോയി. അപ്പോൾ ആ ചേട്ടന്മാരുടെ ടീമിനകത്ത് നിന്ന് കുറച്ച് പേര് ഡാൻസ് പഠിപ്പിക്കാൻ വന്നു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആക്സെപ്റ്റൻസ് കിട്ടി. എല്ലാവരുടെ ഇടയിലും കുറച്ച് നന്നായി കളിക്കുന്നുണ്ട് എന്നുള്ള പോലെ അഭിപ്രായങ്ങളൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അപ്പോഴാണ് എനിക്കിത് പഠിക്കണം എന്നുള്ള കാര്യം കൂടുതലായിട്ട് തോന്നിയത്. അപ്പോഴും എവിടെ പഠിക്കണം എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സ് എനിക്ക് അന്ന് എവിടെയും ഉണ്ടായിരുന്നില്ല.
അത് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാനൊരു 7-8 വർഷം മുമ്പ് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് സംസാരിച്ചിരുന്ന വിഷയം ഇതായിരുന്നു. ഡാൻസ്, വെസ്റ്റേൺ ഡാൻസ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് നമ്മുടെ നാട്ടിൽ ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഈ ഒരു ഓഡിയൻസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ട്രെയിൻ ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ? വെസ്റ്റേൺ ഡാൻസ് ട്രെയിൻ ചെയ്ത് എത്ര പേരുണ്ട്? ആരുമില്ല. ഓക്കെ, വെസ്റ്റേൺ ഡാൻസിനെ പറ്റിയിട്ട് ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് എന്ന രീതിയിൽ കേട്ട എത്ര പേരുണ്ട്? ഹിപ്പ് ഹോപ്പ് എന്നുള്ള കേട്ടിട്ടുണ്ടോ? ഓക്കെ. ലോക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? വാക്കിംഗ് കേട്ടിട്ടുണ്ടോ? ക്രംബ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ സ്റ്റൈൽസ് ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങി. പക്ഷേ ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ അന്ന് ചിന്തിക്കുമ്പോൾ എവിടെയും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ സിനിമാറ്റിക് ഡാൻസ് ആണ് എല്ലാവിടെയും. സോ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ അന്ന് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അത്രേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഡാൻസിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ക്ലാസിക്കൽ ഡാൻസ് എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ കുറച്ച് വിഷ്വൽസ് വന്നിട്ടുണ്ടായിരിക്കും. ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂം, അതിൻ്റെ ടീച്ചിങ് സൈഡ്, ഞാൻ വെറുതെ പറയാട്ടെ, നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്. ടീച്ചിങ്, ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു വിഷ്വൽ എന്ന രീതിയിൽ വെറുതെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മൂവീസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു പലക വെച്ച് താളം പഠിപ്പിക്കുന്ന സീനോ അങ്ങനെ പല സീൻസ് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ പെർഫോമൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അതിൻ്റെ മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അരങ്ങേറ്റം എന്ന് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ അടവുകൾ, മുദ്രകൾ, അതിൻ്റെ ജതികൾ, അങ്ങനെ ഒരുപാട് രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ വെസ്റ്റേൺ ഡാൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, വെസ്റ്റേൺ ഡാൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ട്രെയിനിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ ട്രെയിനിങ്, അതിൻ്റേതായ ട്രെയിനിങ് ഉണ്ടോ ശരിക്കും? ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് ക്ലാസിക്കൽ ഡാൻസിന് ഇത്രമാത്രം നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ട്? നമ്മൾ ഒരു പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 1-2 മിനിമം ഡാൻസ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ BAMA എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കലാക്ഷേത്ര, കലാമണ്ഡലം എന്ന രീതിയിലുള്ള ആ രീതിയിലുള്ളതുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വെസ്റ്റേൺ ഡാൻസിന് മാത്രം അതിൻ്റെ ട്രെയിനിങ് സൈഡിൽ നമുക്ക് ആർക്കും ഒരു ഡാൻസ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാത്തത് എന്നുള്ളതായിരുന്നു. ആ സമയത്ത് അല്ല, അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് എൻ്റെ മനസ്സിൽ നിന്നുള്ളൂ. അപ്പോഴും ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷമാണ് ബാക്കിലോട്ട് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഡൗട്ട്സ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് 10ാം ക്ലാസ് ആനിവേഴ്സറിയുടെ കാര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള പഠിക്കാനുള്ള 2 റിസോഴ്സസ് എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടൻ. ആ ചേട്ടൻ ഗൾഫിൽ പോയെങ്കിലും ആ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കുറച്ച് ഡാൻസേഴ്സ് ഉണ്ട്. ആ ചേട്ടന്മാർ സിമെൻറ്റ് പണിക്കൊക്കെ പോകുന്ന ചേട്ടന്മാരായിരുന്നു. അപ്പോൾ ആ പോയി കഴിഞ്ഞിട്ട് അവർ രാത്രി ഒരു പൂട്ടി കിടക്കുന്ന വീടിൻ്റെ മുകളിൽ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഞാൻ അവിടേക്ക് പഠിക്കാൻ പോകും. അപ്പോൾ ഈ ചേട്ടന്മാരൊക്കെ ഡാൻസ് പഠിച്ചിരുന്നത് ഇപ്പോൾ വിജയുടെ പടങ്ങളൊക്കെ വരുമ്പോൾ ആ തിയേറ്റർ ഓണറായിട്ട് സംസാരിച്ചിട്ട് ആ മ്യൂസിക്കിൻ്റെ പോർഷനിൽ മാത്രം കയറും, സ്റ്റെപ്പ് പഠിക്കും, ഇറങ്ങും. യൂട്യൂബൊന്നും ഇല്ലാത്ത ടൈമാണ്. സോ ഈ രീതിയിലാണ് അവർ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ പോകുമ്പോൾ ഇവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ മൂവിയിലുള്ള ഡാൻസസും ആ സ്റ്റെപ്പുകളൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അത് പഠിച്ച് പോകുന്നുണ്ടെങ്കിലും ഇതിനൊരു നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യാനോ ആ രീതിയിലൊന്നും നമുക്ക് വളരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ പിന്നെ ഉണ്ടായിരുന്ന ഡാൻസ് ഇന്ത്യ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ റിയാലിറ്റി ഷോസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഫൂട്ട് ലൂസ് എന്ന് പറഞ്ഞിട്ട്, ബൂഗി വൂഗി എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോസൊക്കെ നോർത്തിൽ കുറച്ചും കൂടി ഡാൻസ് എഡ്യൂക്കേഷൻ ആ ഒരു പെർസ്പെക്റ്റീവിൽ റിയാലിറ്റി ഷോസൊക്കെ കൊണ്ടുവന്ന് തുടങ്ങി. നമ്മുടെ നാട്ടിലാണെങ്കിലും കുറച്ച് ഷോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ കൂടെ ചെയ്യുക ഡാൻസ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡാൻസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ വാച്ച് ചെയ്യും. അത് പഠിക്കാൻ നോക്കുന്നില്ല, ചുമ്മാ അത് കാണുമ്പോഴൊരു സന്തോഷം. അങ്ങനെയാണ് എനിക്ക് ഡാൻസിനോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അഗൈൻ +2 ആനിവേഴ്സറിയാണ് നെക്സ്റ്റ് സ്റ്റേജ്. സോ ഈ രീതിയിൽ മാത്രമേ ഞാൻ ഡാൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡാൻസ് പഠിക്കുന്നത് ഇതുപോലെ ഈ രീതിയിലൊക്കെ ചെറുതായിട്ട് നടക്കുന്നുണ്ട് എന്ന രീതിയിൽ നിൽക്കുന്നു. +2 കഴിഞ്ഞ് അഗൈൻ ഒരു വലിയ വെക്കേഷൻ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏതൊരു വീട്ടിലെയും പോലെ അല്ലെങ്കിൽ ആ സമയത്തുള്ള മെയിൻ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഡോക്ടർമാരാണ്, അതായത് കസിൻസ് എല്ലാവരും ഡോക്ടർമാരാണ്. അപ്പോൾ അങ്ങോട്ടൊരു ഭയങ്കരമായിട്ടുള്ള പുഷ് ഉണ്ട്. പക്ഷെ ലക്കിലി എൻ്റെ ചേട്ടൻ എഞ്ചിനീയറാണ്, ചേട്ടൻ്റെ വൈഫ് എഞ്ചിനീയറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് എനിക്ക് എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ആ 2 ഓപ്ഷനേ ഉള്ളൂ. ഇങ്ങനെ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. സോ അതിന്ന് വേറെ വഴിയില്ല, എഞ്ചിനീയറിംഗ് തന്നെ ചൂസ് ചെയ്തു. ഞാൻ വിദ്യാ കോളേജിലാണ് എഞ്ചിനീയറിംഗ് ചെയ്തത്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും മോസ്റ്റ്ലി ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. എല്ലാവരും ആർട്ടിനായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരുന്നു. ഡാൻസേഴ്സ് ആണെന്നുണ്ടെങ്കിലും മ്യൂസീഷ്യൻസ് ആണെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും ഇപ്പോൾ മൂവിയിൽ അഭിനയിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് സർക്കിൾ എനിക്ക് കിട്ടി.
ദെൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഡാൻസ് ക്ലബ്ബ് എന്ന രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ എന്ന രീതി. കാരണം ഡാൻസ് പഠിക്കാൻ പോകുന്ന പരിപാടി ഒന്നും നടക്കില്ല. എന്തായാലും കോളേജ്, വീട് അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ കോളേജിൽ തന്നെ എന്തായാലും ഡാൻസേഴ്സ് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങാമെന്ന് കരുതി നമ്മൾ പ്രിൻസിപ്പളുടെ അടുത്ത് പോയി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഡാൻസ് ക്ലബ്ബിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രിൻസിപ്പളുടെ അടുത്ത് പോകുന്നു, നമ്മൾ നമ്മുടെ പുതിയ ആശയം എന്നുള്ള രീതിയിൽ നമ്മളിതിന് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, മ്യൂസിക് ക്ലബ്ബ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കാരണം അന്ന് ഐഡിയ സ്റ്റാർ സിംഗറും അതുപോലെ ഗന്ധർവ സംഗീതം ഷോ ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിന്നേഴ്സും റണ്ണറപ്പൊക്കെ നമ്മുടെ കോളേജിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഒരു ഹൈപ്പ് ഉള്ളതുകൊണ്ട് മ്യൂസിക് ക്ലബ്ബിന് സെപ്പറേറ്റ് റൂമും കുറേ ഇൻസ്ട്രുമെൻസും എല്ലാം അതുണ്ട്. ഡാൻസ് ക്ലബ്ബിന് നമുക്ക് റൂമിന് വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ചീവ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അന്ന് എൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്ന എമിൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഐറ്റമൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇതുപോലെ നടന്ന എല്ലാ കോമ്പറ്റീഷൻസിലും പോയി. അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കണമല്ലോ. എല്ലാ കോമ്പറ്റീഷനിലും പോയി. ലൈക്ക് സ്പോർട്ടാണെന്നുണ്ടെങ്കിലും കൊറിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും ഡുവറ്റ് ഡാൻസ്, അന്ന് സ്റ്റെപ്പ് ആൻഡ് സിംഗറോ എന്നൊക്കെ പറഞ്ഞ സ്പ്ലിറ്റ് സ്ക്രീൻ ഡാൻസൊക്കെ എല്ലാം അവിടെ ഉണ്ടായിരിക്കും. സോ അങ്ങനെ പോയി കിട്ടിയ പ്രൈസസും കാര്യങ്ങളൊക്കെ അച്ചീവ്മെൻറ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത് അന്ന് NIT രാഗം ഇപ്പോൾ കാണുന്ന പോലെയല്ല, ഇതിനേക്കാളും ഭയങ്കര ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ, ലൈക്ക് നോർത്തിലെ ഡാൻസേഴ്സ് എല്ലാവരും വരുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് സോളോ ഡാൻസിന് പ്രൈസ് കിട്ടി കഴിഞ്ഞപ്പോൾ NIT കോളേജിനകത്ത് വിദ്യയുടെ പേരൊക്കെ പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾക്ക് അത്യാവശ്യം ബോധിച്ചു. അപ്പോൾ നമുക്ക് ക്ലബ്ബ് തുടങ്ങാം എന്നുള്ള പ്ലാനൊക്കെ ആയി. പക്ഷേ ക്ലബ്ബ് തുടങ്ങിയപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിൽക്കില്ല എന്നുള്ളത്. ക്ലബ്ബ് തുടങ്ങി വൈകുന്നേരം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് കൂടി വന്നു. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം, കോമ്പറ്റീഷൻ ഇറങ്ങണം, ഇപ്പോൾ ഡാൻസ് നമുക്ക് കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകണം. അന്നങ്ങനെ ഡി അഡിക്ഷൻ ഡാൻസ് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ് അന്ന് നമ്മളൊരു ടീമൊക്കെ തുടങ്ങി. ദെൻ കോമ്പറ്റീഷൻസിന് പോയി. അപ്പോൾ അഗെയിൻ ഇതുപോലെ ആക്സെപ്റ്റൻസ് കിട്ടുകയാണല്ലോ. ആക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യണം എന്നൊരു കാര്യം ഉണ്ടായിരിക്കും. പക്ഷേ ഡാൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴും നമ്മൾ പാട്ട് പഠിക്കലാണ് ചെയ്യുന്നത്, ഒരു സോങ്ങാണ് നമ്മൾ പഠിക്കുന്നത്. അതർ ദാൻ ദാറ്റ് ഡാൻസിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല, അതാരും പറഞ്ഞു തരുന്നില്ല. അപ്പം അന്ന് ആക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി അന്ന് റിയാലിറ്റി ഷോയിലൊക്കെ ഇറങ്ങി. അന്ന് അമൃത ടിവിയിലൊക്കെ ഒരു ഷോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് D4 ഡാൻസ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൻ്റെ കൊറിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും അസിസ്റ്റൻറ്റ് കൊറിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും സോ ആ രീതിയിലൊക്കെ കുറച്ച് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അപ്പോൾ വീട്ടുകാർക്ക് കുറച്ച് അവൻ TV വിയിലൊക്കെ കാണാറുണ്ട് പയ്യനെ എന്നുള്ള പോലത്തെ രീതിയിലുള്ള ചെറിയൊരു അഭിപ്രായമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, പിന്നെ പ്രോഗ്രാമൊക്കെ ഉണ്ടോ എന്ന രീതിയിലേക്ക് പിന്നത്തെ ചോദ്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് 2014 ഞാൻ പാസ് ഔട്ടായി. അപ്പോഴേക്കും ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 4th സ്റ്റാൻഡേർഡിലൊക്കെ വന്ന ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ അന്ന് മുതലേ ഈ ഡാൻസ് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതുകൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് സപ്ലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തത് ബാംഗ്ലൂരാണ്. ഡാൻസ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള അമിതമായ പ്രതീക്ഷയിൽ ഞങ്ങൾ ബാംഗ്ലൂർ ചൂസ് ചെയ്തു. അതിനുശേഷം ഒരു കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി വെച്ചൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു ഞാൻ ബാംഗ്ലൂർ പോയിട്ട് തന്നെ. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സിനകത്തുള്ള ഒരു ബ്രേക്ക് ത്രൂ എനിക്ക് ഉണ്ടാകുന്ന അവിടെ വെച്ചിട്ടാണ്. അന്ന് അവിടെ ഒരു ദിവസം തന്നെ ഒരു 4 ക്ലാസ്സസ് ഉണ്ട്. ഹിപ്പ് ഹോപ്പ് ക്ലാസ്സസ് ഉണ്ട്, ഹൗസ് ക്ലാസ്സസ് ഉണ്ട്, ലോക്കിംഗ് ക്ലാസ്സസ് ഉണ്ട്, പോപ്പിംഗ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ അവിടെ ഇതെല്ലാം സെപ്പറേറ്റ്ലി ട്രെയിൻ ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസിനൊക്കെ കണ്ട് അവിടുത്തെ സെഷൻസൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി നമ്മൾ ഇത്ര നാൾ വിചാരിച്ച പോലെ എന്നല്ല പരിപാടി, അതിനേക്കാൾ അപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലായി. അന്ന് അവിടെ അപ്പം നമുക്ക് കുറച്ച് മെയിൻ ആവാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു, കാരണം അന്ന് കുറച്ച് സ്റ്റെപ്സ് അറിയാമല്ലോ. സോ ആ സ്റ്റെപ്പ് ചെയ്താൽ എല്ലാം ആയി എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ മനസ്സിലായി അതൊന്നല്ല കാര്യം എന്നുള്ളതൊക്കെ മനസ്സിലായി. അവിടുന്ന് പിന്നെ അന്ന് നമ്മുടെ നെറ്റ്വർക്കിംഗ് കുറച്ചൊരു സ്ട്രോങ് ആക്കി. അപ്പം അന്ന് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഒക്കെയാണ്. ആ രീതിയിൽ ഞാൻ പിന്നെ മുംബൈ, പൂനെ, ഡൽഹി എന്ന രീതിയിലൊക്കെ കുറച്ചുകൂടെ നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ടാക്കി. പിന്നെ ആ ജോലി ഡ്രോപ്പ് ചെയ്ത് അഗൈൻ അടുത്ത ജോലിക്ക് കയറി. അത് മുംബൈ ആയിരുന്നു. അപ്പോൾ ഈ ലൊക്കേഷൻസ് ഒക്കെ ചൂസ് ചെയ്യാനുള്ള കാരണം ഡാൻസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട് മാത്രമായിരുന്നു. ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി ഒരു 6 months ഡെഡിക്കേറ്റ് ചെയ്തു. അതിനകത്ത് എനിക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ ആ ഒരു ടൈം ഫ്രെയിമിനകത്ത് ഞാൻ അത്രയധികം കാര്യങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. ലൈക്ക് എല്ലാം ഇൻഡെപ്ത് പഠിച്ചു എന്നോ പ്രൊഫഷണൽ ആണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എത്രത്തോളം ആ ഒരു ടൈം ഫ്രെയിം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഞാൻ യൂസ് ചെയ്തു. ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് ആണെങ്കിലും ലോക്കിംഗ് ആണെങ്കിലും ഹൗസ് ആണെങ്കിലും ക്രംബ് ആണെങ്കിലും ഡാൻസേഴ്സിന് വേണ്ടിയിട്ടുള്ള യോഗ ക്ലാസ് ആണെങ്കിലും ജാസ്, കണ്ടംപററി, ബാലെ, അങ്ങനെ പഠിക്കാൻ പറ്റുന്ന എല്ലാം പഠിക്കാന്നുള്ള രീതിയിലായിരുന്നു. പ്രൈവറ്റ് ക്ലാസ്സസ് ആയിട്ടും ക്യാമ്പുകളായിട്ടും അതല്ലാതെ തന്നെ കോഴ്സ് എന്ന രീതിയിലും അങ്ങനെ പല രീതിയിലൊക്കെ അറ്റൻഡ് ചെയ്തു. അവിടുന്ന് എൻ്റെ ഡാൻസിനോടുള്ള കാഴ്ചപ്പാട് മൊത്തത്തിൽ അങ്ങോട്ട് മാറി.
അതുവരെ ഞാൻ കണ്ടിരുന്ന പോയല്ല. അപ്പോഴാണ് ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിലോട്ട് ഞാൻ തിരിച്ചെത്തണം. അപ്പോൾ ഈ 4ാം ക്ലാസ്സിൽ അന്ന് എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റാതെ ഇരുന്നത് അതിന് റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായതൊക്കെ അപ്പോഴാണ്. അതായത് ഗ്രൂവ് എന്ന് പറയുന്ന ഒരു വേർഡും അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഡാൻസ് എന്ന് പറഞ്ഞ സ്റ്റെപ്സ് മാത്രമായിരുന്നു. പക്ഷെ ഡാൻസ് എന്ന് പറയുന്നതിൻ്റെ കുറച്ചുകൂടെ വൈഡർ പേഴ്സ്പെക്റ്റീവിലോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡം അത് ഭയങ്കര വലുതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസിക്കൽ ഫോംസിൻ്റെ ഒക്കെ പോലെ തന്നെ ഡാൻസ് പഠിക്കേണ്ടതായിട്ടുള്ള വെസ്റ്റേൺ ഫോംസിൻ്റെ കാര്യങ്ങൾ. സോ വെസ്റ്റേൺ ഫോംസ് എന്ന് പറയുമ്പോൾ അതെല്ലാം ഓരോ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അത് ഇപ്പോൾ കൾച്ചറൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫാഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ള വന്നിട്ടുള്ള ഡാൻസ് ഫോംസ് ഉണ്ട്, ഒരു മിസ്റ്റേക്കിൽ നിന്ന് വരെ ഉണ്ടായിട്ടുള്ള ഡാൻസ് ഫോം ഉണ്ട്. അതിന് മുൻപൊക്കെ നമുക്ക് സ്പീഡാണ്, നമുക്ക് ലൈക്ക് ഭയങ്കര സ്പീഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്നുള്ള പോലെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അന്നും ലൈക്ക് മൈക്കിൾ ജാക്സൻ്റെ മൂവ്മെൻ്റ് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കും. പക്ഷേ അതിൻ്റെതായ ഒരു രീതിയിൽ നമുക്കത് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ആ ഒരു പുറത്തേക്ക് ആ ഒരു സാധനം തരുന്നത്, ആ മ്യൂസിക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് തരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ മ്യൂസിക് ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ആണ്. സോ അതൊന്നും മനസ്സിലായിരുന്നില്ല. പിന്നെ ഈ ഡാൻസിൻ്റെ സ്റ്റൈൽ വൈസ് ഉള്ള കാര്യങ്ങളും മനസ്സിലായി. ഇപ്പോൾ ഈ LGBT പോലുള്ള അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളിൽ നിന്നും സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസിൽ നിന്നൊക്കെയാണ് ഓരോ സ്റ്റൈൽസൊക്കെ ഉണ്ടായിട്ടുള്ളത്. വാക്കിംഗ് എന്ന് പറഞ്ഞ സ്റ്റൈൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്യാനുള്ള കാരണം ആ മൂവ്മെൻറ്റ്സിൻ്റെ ഹിസ്റ്ററിയും അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ്സിൻ്റെ ഒരു പോസ്റ്റേഴ്സിനകത്തുള്ള ഒരു പ്രസൻസ് കൊണ്ടാണ് നമ്മൾ ആ മൂവ്മെൻറ്റ്സ് കൊറിയോഗ്രഫിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. സോ ഞാനിപ്പോൾ ഒരു ഡാൻസ് കൊറിയോഗ്രഫി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് ചെയ്യുന്നു എന്നുള്ളതും ഫാക്ടറാണ്. നമ്മൾ ജസ്റ്റ് 1 2 3 4 ഓക്കെ 1 2 3 4 അങ്ങനെ പഠിക്കാതെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സൈഡ്. ഇപ്പം നമുക്ക് ഇപ്പോൾ ജസ്റ്റ് 1 2 1 2 ഇതെല്ലാവർക്കും ചെയ്യാലോ. ജസ്റ്റ് ഒരു റൈറ്റ് ടുഗെദർ, ഓപ്പൺ ടുഗെദർ, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഈ ഗ്രൂവിങ് പാർട്ട് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വേവിങ് ആണെങ്കിലും ഇതിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ഇപ്പോൾ ഹാൻഡ്സ് ആണെങ്കിലും ചെസ്റ്റ് ആണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മളിതിലോട്ട് ഓരോരോ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നതാണ്. സോ ഇത് നമുക്ക് അന്ന് അറിയില്ല. നമ്മൾ 1 2 സാറ് പറഞ്ഞു, അപ്പോൾ നമ്മൾ 1 2 3 4 അപ്പോൾ 3 4 അത്രേ ഉള്ളൂ. പക്ഷേ ബിൽഡ് ചെയ്യാൻ പഠിച്ചു തുടങ്ങി, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് പഠിച്ചു തുടങ്ങി. സോ ഡാൻസിൻ്റെ ഈ അനദർ പെർസ്പെക്റ്റീവ് ഞാൻ പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫ്രീഡം, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്ന വേർഡൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പെർസ്പെക്റ്റീവ് എല്ലാം കണ്ടിട്ട്. സോ ആ രീതിയിലാണ് എൻ്റെ ഒരു ഡാൻസ് ജേണി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എനിക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ ഇത്രയും എൻ്റെ കരിയറിനകത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നു ആ രീതിയിലാണെന്നുള്ള കാര്യം. ദെൻ എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം, എനിക്കിപ്പോൾ ഒരു ഡാൻസറാണ് അല്ലെങ്കിൽ കൊറിയോഗ്രാഫറാണ് എന്ന് പറയാൻ എനിക്ക് അത്ര താല്പര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ലൈക്ക് ഞാനൊരു നല്ല ഡാൻസറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നല്ലൊരു കൊറിയോഗ്രാഫറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ഡാൻസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഡാൻസിൽ ഏതെങ്കിലും രീതിയിൽ ഡാൻസ് എൻ്റെ ലൈഫിൽ ഭാഗമാവണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതിൽ ഒരിക്കലും മൂവീസ് മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം, എനിക്ക് ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം, അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും ഇല്ല. ഡാൻസിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ലൈക്ക് ഡാൻസിൻ്റെ ഫിറ്റ്നസ് സൈഡ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിക്കുന്നു. കാരണം അതിൽ വലിയ ചാൻസസ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം ഇപ്പോൾ മൂവ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞു തുടങ്ങി. അതായത് ആക്റ്റീവ് അല്ല, ആളുകൾ ഒരുപാട് ആക്റ്റീവ് അല്ല. ഇപ്പോൾ ജിമ്മിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക്, ഇപ്പോൾ ഞാൻ ജിമ്മിന് പോകുന്ന ആളാണ്, ബട്ട് സ്റ്റിൽ ജിമ്മിന് പോകുന്ന ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായി, ലൈക്ക് മടിയായി, ലൈക്ക് സെയിം അവിടെ പോകുന്നു, ലൈക്ക് ചെസ്റ്റിന് അടിക്കുന്നു, ദെൻ വിങ്സിന് അടിക്കുന്നു, ഇതുപോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ സുംബയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ നമുക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഡാൻസ് തെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഡാൻസിൻ്റെ നെക്സ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ എന്താണെന്ന് നോക്കുക, അത് എക്സ്പ്ലോർ ചെയ്യുക, അതിൽ നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെടുക്കുക, അത് സ്പ്രെഡ് ചെയ്യുക എന്ന രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മൈസെൽഫ് ആൻഡ് മൈ മ്യൂസിക് കമ്മ്യൂണിറ്റി തുടങ്ങിയതിന് ശേഷം ഡാൻസ് എഡ്യൂക്കേഷൻ ഇതുപോലെ പല രീതിയിൽ സ്പ്രെഡ് ചെയ്യാൻ നോക്കി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും ടെഡെക്സ് ആണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിലുള്ള ഒരു എയിം എന്ന് പറയുന്നത് ഡാൻസിനെ ഇതുപോലെ കൂടുതൽ ആളുകളിലോട്ട് ഡാൻസിൻ്റെ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എത്തിക്കണം എന്നുള്ളതാണ്. സോ നമ്മൾ പണ്ട് പറയില്ലേ, ഈ ഡാൻസ് അല്ല, ഈ എന്താ പറയുക, ആൻ ആപ്പിൾ എ ഡേ
കീപ്സ് ദ ഡോക് എന്താണ് കീപ്സ് ദ ഡോക്ടർ അവേ എന്ന് പറയുന്ന പോലെ ആ ഡാൻസ് സൈഡ് കീപ്സ് ദ ഡോക്ടർ ലൈക്ക് സെയിം തിങ് നമുക്ക് ആക്ച്വലി അങ്ങനെ പറയാനായിട്ട് പറ്റും, ഉറപ്പായിട്ടും പറ്റും. കാരണം നമുക്ക് മെൻ്റലിയും ഫിസിക്കലി നമുക്ക് ഒരുപാട് ഡാൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡാൻസിനെ കൊണ്ടുപോവുക. നിങ്ങൾക്ക് വേണ്ടി ഡാൻസ് ചെയ്യുക, നിങ്ങൾ പ്രൊഫഷൻ ആക്കണം എന്നൊന്നുമില്ല. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഡാൻസ് കളിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക, ഡാൻസ് ചെയ്യുക. യു ജസ്റ്റ് ഡാൻസ് ഫോർ യുവർ സെൽഫ്. താങ്ക് യു ഗൈസ്, താങ്ക് യു.